ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് നമ്മൾക്ക് എങ്ങനെ ഒരു പോസ്റ്റ് നിർമ്മിക്കാമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പോസ്റ്റുകൾ നമ്മൾ ലീഡേഴ്സ് ചെയ്തു തരുന്നത് നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിനായിട്ട് ഇൻഷോട്ട് ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പോസ്റ്ററിൻ്റെ സ്റ്റിക്കർ നമ്മൾക്ക് മാനേജേഴ്സിൻ്റെ നിന്ന് ഇതുപോലത്തെ ബേസിക് സ്റ്റിക്കർ അയച്ചു തരും. ഇതിലേക്കാണ് നമ്മൾ പേര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെയുള്ള ഈ പോസ്റ്റർ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇൻഷോട്ടിലേക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആക്കിയിട്ട് ടെക്സ്റ്റിൽ നമ്മൾ ആരുടെ പേരാണോ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് സ്ഥലവും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. സൈഡിലുള്ള ആ ടിക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഓക്കെ ആയി. അതിപ്പോൾ ആരുടെ പേരാണ് അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് വാട്സാപ്പിലുള്ള ആരുടെങ്കിലും പേര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഇതുപോലെ നോക്കിയിട്ട് അതിൽ തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെ നമ്മൾ പേരൊന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ആരാണ് ലീഡേഴ്സിൻ്റെ പോസ്റ്റ് അടിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് അപ്പോൾ അതിലൊന്ന് പോയി ക്ലിക്ക് ചെയ്തിട്ട് അവർ പേരെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നേരെ ഇൻഷോട്ട് ആപ്പ് പോയിട്ട് ഇൻഷോട്ടിൽ പോയിട്ട് അവിടെ അതല്ലെങ്കിൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടീന്ന് എഴുതിയെടുത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പേരടിച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പേരടിച്ച് ടിക്ക് കൊടുത്തതിന് ശേഷം അതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മേലോട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ നമുക്കത് നമ്മളെ അളവിനനുസരിച്ചിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ ജില്ലയും ടൈപ്പ് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്ത് മുകളിലുള്ള എക്സ്പോർട്ടിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇത് ഇൻഷോട്ടിൽ വരുന്ന പരസ്യമാണ്. അതൊന്ന് മ്യൂട്ടൊക്കെ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാതെ അതിൻ്റെ ടൈം ആകുമ്പോൾക്ക് നമ്മൾ ഗാലറിയിൽ വന്ന് കിടക്കും. എന്നിട്ട് നമ്മൾ വേറൊരു പോസ്റ്റ് ആദ്യം ചെയ്തൊരു പോസ്റ്റ് എടുത്ത് അതിൽ നിന്നും അവിടെ ഇതിപ്പോൾ ഇതിൽ പേര് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വാട്സപ്പ് പോവുക. വാട്സപ്പിൽ പോയിട്ട് ആദ്യം നമ്മൾ റൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുക. നമ്മൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ കോപ്പിയാണ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കിട്ടിയ അതുപോലുള്ള പോസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വരുന്ന പേര് അതിലത്തെ മുകളിലത്തെ പോസ്റ്റ് വേണ്ട, താഴത്തത് മാത്രം ഒന്നിങ്ങനെ അമർത്തിയിട്ട് കോപ്പി ചെയ്തിട്ട് ബാക്കോട്ട് വരിക. അതിനുശേഷം നേരെ നമ്മൾ സെൻഡ് ചെയ്യേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് വെച്ച ഈ ഒരു പോസ്റ്റാണ്. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ പോവുക. വാട്സപ്പിൽ പോയതിന് ശേഷം ഷെയർ ബട്ടന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സെൽഫിൽ എൻ്റെലേക്ക് തന്നെ ഇങ്ങനെ അയച്ചു കൊടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ ചെയ്തതിന് ശേഷം ആഡ് എ ക്യാപ്ഷൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്തത്
ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിവിടെ പേര് മാത്രം എഡിറ്റ് ചെയ്തിട്ട് അതിലുള്ള അതേ പേര് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്താൽ ഓക്കെ ആയി. ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഒന്ന് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ ആവുമ്പോൾ നമുക്കിത് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ശരിയായി കിട്ടി. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആദ്യം നമ്മൾ സെൽഫായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇതൊന്ന് നോക്കി പഠിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. 2 പ്രാവശ്യം നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും എൻ്റെ വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ടിക്ക് ചെയ്ത് എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.